Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തെർമിസ്റ്റർ ആൻഡ് തെർമോകപ്പിൾസ് ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള കുറേ MCQs ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? തെർമിസ്റ്റർ ആൻഡ് തെർമോകപ്പിൾ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So first one, which one of the following transducers requires power supply for its operation? താഴെ നമുക്ക് കുറച്ച് ട്രാൻസ്ഡ്യൂസേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ പവർ സപ്ലൈ റിക്വയർഡ് ആയിട്ടുള്ളത്, അതായത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ ഏത് ട്രാൻസ്ഡ്യൂസേഴ്സിനാണ് പവർ സപ്ലൈ ആവശ്യമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? തെർമോകപ്പിൾ, ഫോട്ടോവോൾട്ടായിക് സെൽ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആൻഡ് തെർമിസ്റ്റർ. So option D is the right answer. Thermistor, it is a transducer and it is requires power supply for its operation. Okay. അപ്പോൾ സെമികണ്ടക്ടർ തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. അതൊരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതെന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതേപോലെ തന്നെ അതിനൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ, അതിന്റെ ഓപ്പറേഷൻ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. Okay, so option D ആണ്, തെർമിസ്റ്റർ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Okay, അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement is false? താഴെ തന്നിരിക്കുന്നതിൽ false ആയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? A transducer is an energy conversion device. കറക്റ്റ് ആണല്ലോ അല്ലെ? ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് ആണ് ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഗേജ് ഇസ് ആൻ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ ബി എന്താണ് തന്നിരിക്കുന്നത്? സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ദാറ്റ് ഇസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെർമിസ്റ്റർ ഇസ് എ വേരിയബിൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതെ, കാരണം എന്താണ്? ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഇസ് എ വേരിയബിൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ദാറ്റ് ഇസ് ഓൾസോ എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. What is the next one? Thermistor have negative temperature coefficient of resistance. That is a wrong statement. അല്ലേ? Not only negative, positive ഉണ്ട് അല്ലേ? So നമുക്ക് ടൈപ്സിൽ തന്നെ അറിയാം, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റർ, അതുപോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റർ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, തെർമിസ്റ്റർ ആർ മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് മെറ്റീരിയൽ? തെർമിസ്റ്റർ നമ്മൾ എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ്? ട്രാൻസിഷൻ മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, ആൽക്കലി മെറ്റൽസ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. തെർമിസ്റ്റർ ഇസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഓക്കെ, തെർമിസ്റ്റർ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മെയിൻ ആയിട്ട് മെറ്റാലിക് ഓക്സൈഡ്സ് യൂസിങ് കൊബാൾട്ട്, മാംഗനീസ് ഓർ നിക്കൽ. ഓക്കെ, അത് നമ്മൾ എവിടേക്കാണ്? ഒരു ബെഡ് ആയിട്ട് നമ്മൾ മോൾഡ് ചെയ്തിരിക്കുക, ഡിസ്ക് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്കായിരിക്കും നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, സോ തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. Dash is a type of resistor whose electrical resistance varies with the change in temperature. ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വേരി ആകുന്ന ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റർ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, തെർമിസ്റ്റർ ആണ് നമുക്ക് റൈറ്റ് ആൻസർ അല്ലെ? തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആണ്. അതിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് വേരി ആകുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തെർമിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ്. തെർമിസ്റ്റർ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മെഷർമെന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, വാക്വം മെഷർമെന്റ്സ്, മെഷർമെന്റ് ഓഫ് കമ്പോസിഷൻ ഓഫ് ഗ്യാസസ്, ഓൾ ഓഫ് ദി അബോവ്. അറിയാം, ഈ എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് തെർമിസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ. Which of the following is a practical application of thermistor? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് തന്നിരിക്കുന്നതിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് തെർമിസ്റ്റർ എന്താണ്? ഫയർ അലാം, ഓട്ടോമോട്ടീവ്സ്, ഫുഡ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസിംഗ്, ഓൾ ഓഫ് ദി അബോവ് അല്ലെ? ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ഇതെല്ലാം തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് തെർമിസ്റ്റേഴ്സിന്റെ. How many types of thermistors are there? എത്ര ടൈപ്സിലാണ് നമുക്ക് തെർമിസ്റ്റേഴ്സ് ഉള്ളത്? There are two types. എന്തൊക്കെയാണ്? First one is the negative temperature coefficient thermistor and second one is the positive temperature coefficient thermistor. There are two types
അല്ലേ? അപ്പൊ NTC എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഡിക്രീസ് ആകുന്നു. ഓക്കെ, അതായത് റെസിസ്റ്റൻസും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് NTC-യിൽ. എന്നാൽ PTC-യിൽ എങ്ങനെയാണ്? ബോത്ത് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. കാരണം റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. സോ ദർ ആർ two types of thermistors. Okay. അടുത്ത question, which of the following is the correct for thermistors? Correct statement ഏതാണ്? A thermistor is a resistance thermometer. Thermistor എന്ന് പറയുന്നത് ഒരു resistance thermometer ആണ്. That is the right answer. നമുക്ക് second option എന്താണെന്ന് നോക്കാം. Resistance of NTC thermistor increase with the increasing temperature. അത് wrong statement ആണ് because they are inversely proportional ആണ്. NTC-യിൽ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ PTC-യിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസും മാറ്റിയാണ് തന്നിരിക്കുന്നത് അല്ലേ? സോ they are wrong options ആണ്. Then both 2 and 3 അത് നമുക്ക് വരില്ല. സോ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് a thermistor is a resistance of thermometer ആണ്, അല്ലെങ്കിൽ resistance thermometer ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് RTD stands for. RTD അബ്രിവിയേഷൻ എന്താണ്? It is resistance temperature detector. ഓപ്ഷൻ സി resistance temperature detector ആണ് RTD എന്ന് പറയുന്നത്. ഓക്കെ, RTD means resistance temperature detector. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the temperature range of thermistor when compared to RTD. RTD നെ കമ്പയർ ചെയ്യുമ്പോൾ temperature range of thermistor, thermistorന്റെ temperature range എങ്ങനെയായിരിക്കും? ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്മോളർ, സെയിം ആസ് RTD, ലാർജർ, ഗ്രേറ്റർ ദാൻ RTD. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. RTDയുടെ ടെമ്പറേച്ചർ റേഞ്ചിനേക്കാൾ വളരെ റിഡ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേഞ്ച് ആണ് നമുക്ക് ഈ പറയുന്ന തെർമിസ്റ്ററിന് വരുന്നത്. നോക്കൂ, നമുക്ക് തെർമിസ്റ്റർ എന്ന് പറയുന്നത് വളരെ സ്മോൾ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. RTD നമുക്ക് ഏകദേശം 600 ഡിഗ്രി സെൽഷ്യസോളം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ പറയുന്ന തെർമിസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ഒരു 130 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ RTDയുടെ കമ്പയർ ചെയ്യുമ്പോൾ തെർമിസ്റ്ററിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് വളരെ റിഡ്യൂസ്ഡ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ സ്മോളർ ആണ് വരുന്നത്. Thermistor can be considered as which type of resistor? Thermistor നമുക്ക് ഏത് ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലേസർ റെസിസ്റ്റർ, ഫോട്ടോ റെസിസ്റ്റർ, തെർമൽ റെസിസ്റ്റർ ആൻഡ് നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി തെർമൽ റെസിസ്റ്റർ ആയിട്ടാണ് നമ്മൾ തെർമിസ്റ്ററിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ തെർമൽ റെസിസ്റ്റർ എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു തെർമിസ്റ്റർ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതിനെ ഒരു തെർമിസ്റ്റർ അല്ലെങ്കിൽ ഒരു തെർമൽ റെസിസ്റ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ തെർമിസ്റ്ററിന് നമുക്കൊരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും കൂടി ഉണ്ടെന്ന് പറയാം. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് തെർമിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് റെഡ്യൂസ്ഡ് ആകുന്നുണ്ട്. അതായത് രണ്ട് ടൈപ്സ് വരുന്നുണ്ട്, NTCയും വരുന്നുണ്ട്, PTCയും വരുന്നുണ്ട്. ഒരു ടൈപ്പിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് റെസിസ്റ്റർ വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട്. എന്നാൽ NTCയിൽ എങ്ങനെയായിരിക്കും? രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ? ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആകും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു തെർമിസ്റ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടെന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഇവിടെ. When current passes through a thermistor, it generates heat. This heat can cause the thermistor's temperature to rise. A phenomenon is known as. ഇപ്പൊ നമ്മളൊരു തെർമിസ്റ്ററിലൂടെ കറന്റ് പാസ് ആകുമ്പോൾ അതൊരു ഹീറ്റ് ജനറേറ്റ് ആകുന്നുണ്ട്. ഈ ഹീറ്റ് എന്ന് പറയുന്നതിന്റെ ടെമ്പറേച്ചറിന്റെ ടോട്ടൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിന് കാരണമാകുന്നുണ്ട് അല്ലെ? അവിടെ ജനറേറ്റ് ആവുന്ന ഹീറ്റ് എന്ന് പറയുന്നത് തെർമിസ്റ്ററിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് എ സെൽഫ് ഹീറ്റിംഗ്, ഹീറ്റ് ജനറേറ്റർ, എക്സ്റ്റേണൽ ഹീറ്റിംഗ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഈ സ്വന്തമായി അതായത് അതിന്റെ ഉള്ളിൽ തന്നെ ഹീറ്റ് ജനറേറ്റ് ആകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൽഫ് ഹീറ്റിംഗ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഒരു കറന്റ് നമ്മൾ തെർമിസ്റ്ററിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിലൊരു ഹീറ്റ് ജനറേറ്റ് ആകും. ആ ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ തെർമിസ്റ്റർ ഇൻക്രീസ് ആകാൻ കാരണമാകുമെങ്കിൽ ആ പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് സെൽഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താ പറയുക, നമുക്ക് ഈ പറയുന്ന സെൽഫ് ഹീറ്റിംഗ് കാരണം നമ്മുടെ ടെമ്പറേച്ചർ മെഷർമെന്റ്സിലൊക്കെ ചില ഫോൾട്ടുകൾ വരുന്നതിന് കാരണമാകുന്നുണ്ട് അല്ലെ? ഈ സെൽഫ് ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താകും? ഓട്ടോമാറ്റിക്കലി നമ്മൾ നോർമലായിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തെർമിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ തെർമിസ്റ്ററിന് നമുക്ക് വീണ്ടും ഹീറ്റ് റിഡ്യൂസ് ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എറർ ആകുന്നതിനും ചാൻസസ് ആകുന്നുണ്ട് അല്ലെ? ആക്യുറസി നമുക്ക് റിഡ്യൂസ് ആകുന്നതിനും കാരണമാകുന്നുണ്ട്. ഓക്കെ, what is the advantage or advantages of the thermistors? Thermistorsന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഹൈ സെൻസിറ്റിവിറ്റി ടു ടെമ്പറേച്ചർ ചേഞ്ചസ്, that is the right statement.
സ്മോൾ സൈസ് ആൻഡ് ലോ കോസ്റ്റ്, എ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എല്ലാം തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. What are the disadvantages of the thermistor? It has a non-linear resistance temperature relationship. അല്ലെ, ഒരു non-linear resistance temperature relationship ആണ് തെർമിസ്റ്ററിനുള്ളത്. സെൽഫ് ഹീറ്റിംഗ് എഫക്റ്റുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണത്. മോർ ലിമിറ്റഡ് ടെമ്പറേച്ചർ റേഞ്ച് കമ്പയർ ടു അതർ ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. അത് നമ്മൾ പറഞ്ഞതാണ്. RTD ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് ആണ്. നിയർലി 130 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിന്റെ തെർമിസ്റ്ററിന്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Which type of thermistor is typically used in the household appliances? Household appliances നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മൾ തെർമിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് തെർമിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നോർമൽ, അതായത് നമുക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ അവിടെ നമുക്ക് എങ്ങനെ വരുന്നത്? ഇറ്റ് ഈസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. സോ ഈ ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് അപ്ലയൻസസിനൊക്കെ. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തെർമോകപ്പിൾ ആൻഡ് തെർമിസ്റ്റർ ആർ ദ എക്സാമ്പിൾസ് ഓഫ്. തെർമോകപ്പിളും തെർമിസ്റ്ററും എന്തിന്റെ എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്, എന്നാൽ തെർമിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ, തെർമോകപ്പിൾ ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് തെർമിസ്റ്റർ ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Normally, which of the following has a negative temperature coefficient? Negative temperature coefficient ഉള്ളത് ഏതിനാണ് നമുക്കറിയാം. It is option A, thermistor. തെർമിസ്റ്ററിലാണ് ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നമുക്ക് ഉള്ളത് അല്ലെ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in thermistor how the resistance is varies with temperature. ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെയാണ് തെർമിസ്റ്ററിൽ റെസിസ്റ്റൻസ് വേരി ആകുന്നത്? ഓപ്ഷൻ എ, when temperature increases resistance increases, when temperature increases resistance decreases അല്ലെ. അപ്പൊ നമുക്ക് ടു ടൈപ്സ് ഓഫ് തെർമിസ്റ്റർ ഉണ്ട്. PTC ടൈപ്പ്. PTC ടൈപ്പിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ ചെറിയ രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ അത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ആണെന്ന് പറയാം. NTC എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ എന്റെ റെസിസ്റ്റൻസ് വാല്യൂ റെഡ്യൂസ്ഡ് ആകുന്നുണ്ട്. സോ നമുക്ക് ബോത്ത് എ ആൻഡ് ബി എന്ന് പറയാം അല്ലെ. ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? അതായത് PTCയിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരുന്നത്? ഇപ്പൊ ഞാൻ ടെമ്പറേച്ചറിനും റെസിസ്റ്റൻസിനും അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഞാൻ y ആക്സിസിൽ ഞാൻ റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് മെൻഷൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് x ആക്സിസിലാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്നത് PTC ആണെങ്കിൽ എനിക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് എന്റെ റെസിസ്റ്റൻസ് വാല്യൂസും ചെറിയ രീതിയിൽ എനിക്ക് ഇൻക്രീസ് ആകുന്നുണ്ട്. ഇതാണ് PTC എന്ന് പറയുന്നത്. While NTC എങ്ങനെയാണെന്ന് നോക്കൂ. NTC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി ആണ് അല്ലെ. റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് എനിക്ക് ഡിക്രീസ് ആകുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും ഈ പറയുന്ന തെർമിസ്റ്ററിൽ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, തെർമോകപ്പിൾ വർക്ക്സ് ഓൺ. തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ പ്രിൻസിപ്പിൾ ബേസിസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പെൽറ്റിയർ എഫക്ട്, കെൽവിൻ എഫക്ട്, തോംസൺ എഫക്ട്, സീബെക്ക് എഫക്ട്. നമുക്കറിയാം ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സീബെക്ക് എന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സീബെക്ക് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സീബെക്ക് എഫക്ട് എന്നും പറയാം, അതല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ്? അപ്പൊ നമ്മളൊരു ജംഗ്ഷൻ, നമുക്ക് രണ്ട് ജംഗ്ഷൻ ഉണ്ടെന്ന് അറിയാം. ഒരു ഹോട്ട് ജംഗ്ഷൻ ഉണ്ടാകും, അതല്ലെങ്കിൽ ഒരു മെഷറിംഗ് ജംഗ്ഷൻ, അതുപോലെ തന്നെ ഒരു കോൾഡ് ജംഗ്ഷൻ, അതല്ലെങ്കിൽ ഒരു റെഫറൻസ് ജംഗ്ഷൻ അല്ലെ. അപ്പൊ നമ്മളിവിടെ ഈ ഹീറ്റ് കൂടുമ്പോൾ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള ഈ ഇലക്ട്രോൺസുകളുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയും then it move towards the എവിടേക്കാണ്? കോൾഡർ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പൊ ഈ രണ്ട് ജംഗ്ഷനുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് വരുന്ന ആ ഒരു തെർമോ ഇലക്ട്രിക് എഫക്ട്, അതല്ലെങ്കിൽ സീബെക്ക് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട്, ഇവിടെ നമുക്ക് ഈ രണ്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിമിലർ മെറ്റൽസ് ആയിരിക്കും അല്ലെ. ഡിസിമിലർ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ അലോയ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ രണ്ട് ജംഗ്ഷനുകൾ തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ആകുന്നുണ്ട്, ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ആകുന്നുണ്ട്. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീബെക്ക് എഫക്ട് അതല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. The temperature of steam at around 540 degrees Celsius can be measured by. ഓക്കെ, ടെമ്പറേച്ചർ സ്റ്റീം ഒരു 540 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഇറ്റ് ഈസ് തെർമോകപ്പിൾ അല്ലെ. തെർമോകപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു വൈഡ് റേഞ്ച്, വെരി
ചെറിയൊരു ക്രിപ്റ്റോ അല്ലെങ്കിൽ വളരെ ചെറിയ ടെമ്പറേച്ചർ മുതൽ വളരെ ഹൈ ടെമ്പറേച്ചർ വരെ നമുക്ക് ഈ തെർമോകപ്പിൾ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 540°C നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇറ്റ് ഈസ് തെർമോകപ്പിൾ. Which of the following is not a passive transducer? താഴെ തന്നിരിക്കുന്നതിൽ passive transducer അല്ലാത്തത് ഏതാണ്? അറിയാം നമുക്ക് എന്താണ് തെർമോകപ്പിൾ. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ് അല്ലെ. ബാക്കി റിമൈനിങ് LVDT, RTD, തെർമിസ്റ്റർ ആർ ദി passive transducers and thermocouple it is an active transducers ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് പവർ സപ്ലൈ ഒന്നും തന്നെ ആവശ്യമില്ല. അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് പവർ സപ്ലൈ ആവശ്യമില്ലാത്ത ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെന്ന് പറയുന്നത് ഒരു എനർജി കൺവേർഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് പീസോ ഇലക്ട്രിക്, തെർമോകപ്പിൾ, ഫോട്ടോവോൾട്ടൈക് സെൽസ്. ഇതൊക്കെ നമുക്ക് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിൾ ആണ്. എന്നാൽ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവശ്യമുണ്ട്. പവർ സോഴ്സ് നമുക്ക് തെർമിസ്റ്ററിനൊക്കെ നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവശ്യമുള്ളതാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് സിഗ്നൽ, അതായത് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ആ ഒരു വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിന്റെ വേരിയേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന എക്സാമ്പിളുകളാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആയിട്ടുള്ള തെർമിസ്റ്റർ ഒക്കെ നമുക്ക് ഈ പറയുന്ന പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, a thermocouple is used to measure. thermocouple നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? to measure high temperatures അല്ലെ. ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, ലോ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ രണ്ടും വരും. ഓക്കെ, ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ് വരുന്നത്. ഓക്കെ, ബി ആൻഡ് ഡി ആണ് വരുന്നത്. നമുക്ക് വളരെ ലോ ടെമ്പറേച്ചർ മുതൽ ഹൈ ടെമ്പറേച്ചർ വരെ നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിൾ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, what happens when heat is applied to the joint end of wires of thermocouple? ഒരു ഹീറ്റ് നമ്മുടെ ആ ഒരു വയേഴ്സ് തെർമോകപ്പിൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ജോയിന്റിലേക്ക് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്? The wires contract, the wires to rotate, the small voltage is generated, the wires separate. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലെ. നമ്മൾ എവിടെ കൊടുക്കുന്നത്? ഹോട്ട് ജംഗ്ഷനിലാണ് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നത്, ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടുകയും ആ കൈനറ്റിക് എനർജി കൂടിയ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കോൾഡ് ജംഗ്ഷൻസിന് ടുവേർഡ്സ് ആയിട്ട് മൂവ് ചെയ്യുകയും അവിടെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Iron constant thermocouple is commercially known as dash thermocouple. It is a J-type thermocouple. Okay, നമ്മൾ പറഞ്ഞു JEKT എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾസ് നമുക്കുണ്ട്. അതില് അയൺ കോൺസ്റ്റാന്റ് തെർമോകപ്പിൾ എന്ന് പറയുന്നത് J-type തെർമോകപ്പിൾ ആണ്. ഓക്കെ, നോക്കൂ, ടൈപ്പ് ജെ എന്ന് പറയുന്നത് എന്താണ്? അയൺ കോൺസ്റ്റാന്റ് ടെമ്പറേച്ചർ ആണ്. അതെന്ന് പറയുന്നത് -40 മുതൽ 750°C വരെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് കെ എന്ന് പറയുന്നത് ഹയർ സെൻസിറ്റിവിറ്റി, അതായത് കൂടുതലായിട്ട് നമ്മൾ കെ യൂസ് ചെയ്യുന്നത് 50 മൈക്രോ വോൾട്ടേജ് ആ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൊമേഴ്ഷ്യൽ പർപ്പസിലൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ പറയുന്ന ജെ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, microwave power measuring devices which generates a voltage on the absorption of microwave power are called microwave power measuring devices. അതൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് on absorption of microwave power. അതിനറിയപ്പെടുന്ന ആ പേരെന്താണ്? ഓപ്ഷൻ എ തെർമോകപ്പിൾസ് ആൻഡ് ക്രിസ്റ്റൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആ ഒരു പവർ നമ്മൾ അറിയപ്പെടുന്നത് തെർമോകപ്പിൾസ് ആൻഡ് ക്രിസ്റ്റൽസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a thermocouple having an internal resistance of 40 ohm and leader resistance of 10 ohm produces a voltage of 100 millivolt. If the output is read by a voltmeter having an internal resistance of 150 ohm, what will be the voltage indicated by the voltmeter? അപ്പോൾ ഒരു തെർമോകപ്പിളിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് 40 ഓം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡ് റെസിസ്റ്റൻസ് നമുക്ക് 10 ഓം തന്നിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 100 മില്ലി വോൾട്ട് ആണ്. ഔട്ട്പുട്ട് നമ്മൾ ഒരു വോൾട്ട് മീറ്റർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ വോൾട്ട് മീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 150 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോൾട്ട് മീറ്ററിൽ എത്ര വോൾട്ടേജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ സി 75 മില്ലി വോൾട്ട് ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. അപ്പൊ നമുക്ക് തെർമോകപ്പിളിന്റെ റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വോൾട്ടേജ് അക്രോസ് ദ വോൾട്ട് മീറ്റർ, വി വോൾട്ട് മീറ്റർ ഈക്വൽ ടു
R divided by R plus RT plus R lead into V0 ആണ്. അപ്പോൾ V വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ്, അതായത് വോൾട്ട് മീറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് ആണ്. V0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ തെർമോകപ്പിളിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. RT എന്ന് പറയുന്നത് തെർമോകപ്പിളിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, R ലീഡ് എന്ന് പറയുന്നത് ലീഡ് റെസിസ്റ്റൻസ്, ആൻഡ് R is the വോൾട്ട് മീറ്റർ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. R ലീഡ് 10 ഓം തന്നിട്ടുണ്ട്. RT എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തെർമോകപ്പിളിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 40 ഓം തന്നിട്ടുണ്ട്. വോൾട്ട് മീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 150 തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? നമുക്ക് 100 മില്ലി വോൾട്ടും തന്നിട്ടുണ്ട്. സോ വോൾട്ട് മീറ്ററിലെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ R എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ 150 പ്ലസ് 10 40 പ്ലസ് 10 ഇൻറ്റു 100 ആണ്. സോ 150 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100 ആണ്. സോ നമുക്ക് ഈ ഒരു 0 ക്യാൻസൽ ചെയ്യാം. 150 ബൈ 2 എന്ന് പറയുന്നത് 75 മില്ലി വോൾട്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതേപോലെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. A junction or joint of two dissimilar metal is called. രണ്ട് ഡിസിമിലർ മെറ്റലുകളുടെ ജംഗ്ഷൻ വരുന്ന ആ ഒരു ഇതിനെ എന്ത് നമുക്ക് പറയാം? ഇറ്റ് ഈസ് തെർമോകപ്പിൾ. നമ്മൾ തെർമോകപ്പിൾ ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ രണ്ട് ഡിസിമിലർ മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ തെർമോകപ്പിൾ, അല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The purpose of cold junction compensation for a thermocouple. ഒരു തെർമോകപ്പിളിന്റെ കോൾഡ് ജംഗ്ഷൻ കോമ്പൻസേഷന്റെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? To decrease the temperature sensitivity, to increase the voltage output, to cancel unwanted voltage output of the thermocouple, used for high temperature circuits. Option B is the right answer. To increase the voltage output. Option B ആണ്, അല്ലെ? കോൾഡ് ജംഗ്ഷൻ കോമ്പൻസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? വോൾട്ടേജ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കോൾഡ് ജംഗ്ഷൻ ഇൻ എ തെർമോകപ്പിൾ. ഒരു തെർമോകപ്പിളിന്റെ കോൾഡ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെഫറൻസ് ജംഗ്ഷൻ മെയിൻറ്റെയിൻഡ് അറ്റ് എ നോൺ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരു അറിയുന്ന കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെഫറൻസ് ജംഗ്ഷൻ ആണ് ഈ പറയുന്ന കോൾഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൾഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹോട്ട് ജംഗ്ഷനിലാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെഫറൻസ് ടെമ്പറേച്ചറിനനുസരിച്ചിട്ടായിരിക്കും കോൾഡ് ജംഗ്ഷനിൽ എത്രത്തോളം ഈ ഒരു റെഫറൻസ് ജംഗ്ഷൻസ് അല്ലെങ്കിൽ കോൾഡ് ജംഗ്ഷനിലുള്ള ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഹോട്ട് ജംഗ്ഷനിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ വേരിയൻസ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അപ്പോൾ ഒരു കോൾഡ് ജംഗ്ഷനെ നമുക്കൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ജംഗ്ഷൻ എന്ന് പറയാം, അതല്ലെങ്കിൽ ഒരു റെഫറൻസ് ജംഗ്ഷൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. തെർമോ EMF produced in a thermocouple, it depends on the. തെർമോകപ്പിളിൽ പ്രൊഡ്യൂസ് ആകുന്ന തെർമോ EMF എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ, ജംഗ്ഷൻ ടെമ്പറേച്ചർ. ജംഗ്ഷനുകൾ കോൾഡ് ജംഗ്ഷനിലും ഹോട്ട് ജംഗ്ഷനിലും ഉണ്ടാകുന്ന ടെമ്പറേച്ചറുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൽ വരുന്ന ഔട്ട്പുട്ട് തെർമോ EMF എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജംഗ്ഷൻസ് ഓഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദ ജംഗ്ഷൻസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Thermopile is a. Thermopile എന്ന് പറഞ്ഞാൽ എന്താണ്? It is a series connection of thermistors, series connection of RTDs, parallel connection of thermocouples and series connection of thermocouple. Option D is the right answer. It is the series connection of thermocouple. തെർമോകപ്പിളുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? തെർമോപൈൽ എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Which thermocouple will be used to measure the temperature range -150 degree Celsius to -10 degree Celsius? ഈ ഒരു റേഞ്ചിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് തെർമോകപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വി ആർ യൂസിംഗ് ദ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോകപ്പിൾ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോകപ്പിൾ ആണ് നമ്മൾ -150 ഡിഗ്രി സെൽഷ്യസ് ടു -10 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, when a cold and hot junctions of a thermocouples are interchanged, the thermo EMF. ഒരു കോൾഡ് ജംഗ്ഷനും ഹോട്ട് ജംഗ്ഷനും ആയി തെർമോകപ്പിളിൽ ഉണ്ടാകുന്ന ജംഗ്ഷൻസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന തെർമോ EMF എന്ത് സംഭവിക്കും? ഇറ്റ് റിമൈൻസ് സെയിം. ദർ ഇസ് നോ ചേഞ്ചസ്. EMF ൽ നമുക്ക് തെർമോ EMF പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ഡയറക്ഷൻ ഓഫ് റിമൈൻസ് സെയിം തന്നെയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, in a thermocouple, the temperature of cold junction is 30 degrees Celsius and the neutral temperature is 310 degrees Celsius. Okay, the temperature of inversion is option B ആണ് right answer. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? തെർമോകപ്പിളിന്റെ കോൾഡ് ജംഗ്ഷൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ന്യൂട്രൽ ടെമ്പറേച്ചർ 310 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ഇൻവേർഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 590 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. TC തന്നിട്ടുണ്ട് അല്ലെ, 330 ഡിഗ്രി തന്നിട്ടുണ്ട്. ന്യൂട്രൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 310 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ടെമ്പറേച്ചർ ഓഫ് ഇൻവേർഷൻ TI is equal to ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ Tn മൈനസ് നമുക്ക് അതിനുള്ള ഇക്വേഷൻ ഉണ്ട്. Tn minus Tc is equal to Ti minus Tn ആണ്. അതായത് ന്യൂട്രൽ ടെമ്പറേച്ചർ മൈനസ് കോൾഡ് ജംഗ്ഷൻ ടെമ്പറേച്ചർ വിച്ച് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ഇൻവേർഷൻ മൈനസ് ന്യൂട്രൽ ടെമ്പറേച്ചർ എന്നാണ് അല്ലേ. സോ അപ്പോൾ നമുക്ക് ഇതിന്റെ Ti ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ Tn നമുക്ക് ഈ ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ 2 Tn ആകും മൈനസ് Tc ആണ്. അപ്പോൾ 2 into Tന്റെ വാല്യൂ എത്രയാണ് 310 മൈനസ് 30 ഡിഗ്രി. അപ്പോൾ ഇത് മൈനസ് 2 into 310 എന്ന് പറയുമ്പോൾ 620 ആണ്, മൈനസ് 30 എന്ന് പറയുന്നത് 590. സോ ടെമ്പറേച്ചർ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുന്നത് 590 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തെർമോകപ്പിൾ ആൻഡ് തെർമിസ്റ്റർ എന്ന രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.